ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. മൂടിവെക്കപ്പെടുന്ന സത്യങ്ങൾ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. കണ്ണട ചിരുട്ടാക്കുന്ന അധികൃതരുടെ അനാസ്ഥ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച തേടി ഒരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദിവാസി ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം, കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്ന പട്ടികവർഗ ഏകോപന സമിതി. ആദിവാസി ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും നേതാക്കൾ. സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. സർവേ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം, കാലങ്ങളായി നടക്കുന്നത് സർവേ മാത്രമെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച അഡ്വക്കേറ്റ് EM അഗസ്റ്റിയുടെ നേതൃത്വത്തിൽ 17, 18 തീയതികളിൽ വാഗമണ്ണിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് വാഹന പ്രചരണ ജാഥ. മേളാസാധനത്തിന്റെ ലഹരി പകർന്ന രാജാക്കാട്ടിൽ കൊട്ടിക്കയറി മേളാചാര്യൻ ശങ്കരൻകുട്ടിമാരാർ. ഒപ്പം അണിനിരന്ന 105 മേളക്കാർ. മേളം നടത്തിയത് ഉത്സവത്തോടനുബന്ധിച്ച്. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ വനംവകുപ്പ് കയ്യേറി ഭൂമി, കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി ആദിവാസി സംഘടനാ നേതാക്കൾ. വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്നും ആദിവാസികൾക്ക് വിതരണം ചെയ്യാനുള്ള ബാക്കി ഭൂമി അടിയന്തരമായി വിതരണം നടത്തണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. 2002 ഓഗസ്റ്റ് 27 അന്നത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിൽ ലഭ്യമാകുന്ന റവന്യൂ ഭൂമിയും ഒപ്പം മുഴുവൻ മിച്ചഭൂമിയും ആദിവാസികൾക്ക് വിതരണം നടത്തുന്നതിന് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് 1490 ഏക്കർ ഭൂമി. ഇതിൽ 566 കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വിലക്ക്, സൂര്യനെല്ലി 301, പന്തടിക്കളം എന്നിവിടങ്ങളിലായി
668 ഏക്കർ വിതരണം നടത്തി. ഇനി വിതരണം നടത്താനുള്ളത് 822 ഏക്കറാണ്. ഇതിൽ ഉൾപ്പെട്ട ഭൂമിയാണ് മുമ്പ് HNL കമ്പനി യൂക്കാലി കൃഷിക്കായി പാട്ടത്തിനെടുത്തിരുന്ന ഭൂമി. പാട്ടക്കാലാവധി അവസാനിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണെന്നിരിക്കെയാണ് ഇവിടെ വനംവകുപ്പിന്റെ കയ്യേറ്റം. ഇതിനെതിരെയാണ് ഇപ്പോൾ ആദിവാസി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ കുടിൽ കെട്ടി വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും ആദിവാസി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഈ ആദിവാസികൾക്ക് അനുവദിച്ച ഇനി വിതരണം നടത്താനുള്ള 822 ഏക്കർ ഭൂമിയിൽ ആദിവാസികൾ കുടിയേറ്റം നടത്തി കുടിൽ കെട്ടി സമരം നടത്താനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന 26-ാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. മുമ്പ് വിതരണം നടത്തിയ 566 പട്ടയങ്ങളിൽ 160ഓളം പേർക്ക് ഇപ്പോഴും ഭൂമി ലഭിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഭൂരഹിതരായ നൂറുകണക്കിന് ആദിവാസികൾ ദുരിതമനുഭവിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കടന്നുകയറി ബോർഡ് സ്ഥാപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പട്ടയാവകാശ സംരക്ഷണ വേദി മുമ്പോട്ട് വയ്ക്കുന്ന ആക്ഷേപം. കാലകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി വ്യക്തമാക്കി. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി രംഗത്ത് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളുമായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപം അംഗീകരിക്കാൻ കഴിയില്ല. കല്ലാർകുട്ടിയിൽ പട്ടയം നൽകാമെന്ന സർക്കാർ ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി പ്രവർത്തകർ വ്യക്തമാക്കി. കല്ലാർകുട്ടി പട്ടയ നടപടികളുടെ ഭാഗമായിട്ട് 2 സർവേ ഉദ്യോഗസ്ഥന്മാരെ കല്ലാർകുട്ടിക്ക് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി അന്വേഷിക്കും പറയുന്നത്. എന്നാൽ ഒരു 1.5 മാസം മുമ്പ് 2 റവന്യൂ ഇൻസ്പെക്ടർമാരെ കല്ലാർകുട്ടിയിലെ പട്ടയ നടപടികളുടെ പൂർത്തീകരണത്തിനെന്നോണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ ഇതേപോലെ തന്നെ ഒരു സർവേ നടപടികളൊക്കെ ആരംഭിച്ചു. അത് ഇടയ്ക്ക് ഇലക്ഷൻ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് അവസാനിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ നിലവിൽ ഈ സർവേ നടപടികൾ ആരംഭിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇലക്ഷൻ കാലഘട്ടം ഉടനെ അടുത്ത് വരുന്നൊരു സാഹചര്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ നടക്കുന്ന ഒരു സർവേ നടപടികൾ മാത്രമായിട്ട് ഈ പട്ടയ നടപടികൾ ചുരുങ്ങിപ്പോവുകയാണെന്നാണ് തോന്നുന്നത്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാകേണ്ടതുള്ളത്. പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട് പട്ടയാവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു. പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് EM അഗസ്റ്റിയുടെ നേതൃത്വത്തിൽ 17, 18 തീയതികളിൽ വാഗമണ്ണിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് നടത്തപ്പെടുന്ന ജാഥ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും. INTUC നേതൃത്വത്തിൽ ശ്രീ പെരുമ്പത്തൂരിലെ രാജീവ് സ്മൃതി മണ്ഡപത്തിലേക്ക് നടക്കുന്ന രാജീവ് സ്മൃതി യാത്ര 19-നും പുറപ്പെടും. LDF സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC 17, 18 തീയതികളിൽ വാഗമണ്ണിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തിയാണ് ജാഥ ക്യാപ്റ്റൻ. 17-ന് വൈകിട്ട് 4-ന് വാഗമണ്ണിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. INTUC പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും. പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിയനാണ്. ഇരുമേലിലെ തേയിലത്തോട്ടം മേഖലയിലാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഈ യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് മാസം 17, 18 തീയതികളിൽ
ഒരു വാഹന പ്രചരണ ജാഥ നടക്കുകയാണ്. വാഹന പ്രചരണ ജാഥ ഭാഗമെന്ന് നിന്ന് ആരംഭിച്ച് വണ്ടിപ്പെരിയാറിൽ സമാപിക്കുന്നു. ഈ ജാഥയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റിന് യാതൊരു താല്പര്യവുമില്ല. ആഭ്യന്തര വ്യവസായത്തെ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിൻ്റെ നടപടിക്കൊന്നും സ്വീകരിച്ചിട്ടില്ല. തൊഴിലാളികളുടെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പുതുക്കിപ്പണിയും എന്ന പ്രഖ്യാപനം ആവർത്തിച്ചു വരുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. 18 വൈകിട്ട് 5 വണ്ടിപ്പെരിയാറിൽ സമാപിക്കും. സമാപന സമ്മേളനം INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വത്തിൽ ശ്രീ പെരുമ്പത്തൂരിലെ രാജീവ് സ്മൃതി മണ്ഡപത്തിലേക്ക് നടത്തുന്ന രാജീവ് സ്മൃതി യാത്ര 19 പുറപ്പെടും. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി നയിക്കുന്ന യാത്ര വൈകിട്ട് 5 അണക്കരയിൽ KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്യും. ശ്രീ പെരുമ്പത്തൂരിലേക്ക് രാജീവ് സ്മൃതി യാത്ര നടത്തി വരികയാണ്. ഈ വർഷവും ആ സ്മൃതി യാത്ര കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി വിപുലമായ പരിപാടികളോട് നടത്താൻ കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്മൃതി യാത്രയുടെ ഉദ്ഘാടനം 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ചക്കുവളത്ത് ചേരുന്ന യോഗത്തിൽ വെച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ M. ലിജു ഉദ്ഘാടനം ചെയ്യും. AICC സെക്രട്ടറി PV മോഹൻ ജ്യോതി തെളിക്കും. കമ്പം, തേനി, ദിണ്ടിക്കൽ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 21 രാവിലെ 8 ശ്രീ പെരുമ്പത്തൂരിൽ എത്തും. പ്രവർത്തകർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തും. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് EM അഗസ്തി, ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ, ബിജു ദാനിയൽ, രാജൻ കൊഴുവൻമാക്കൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. ആസ്വാദകരുടെ സിരകളിൽ ആവേശം നിറച്ച് മേളാചാര്യൻ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ കൊട്ടിക്കയറിയപ്പോൾ മേളത്തിന്റെ താളത്തിൽ ഒരു നാടാകെ ഇളകിയാടി. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് ശങ്കരൻകുട്ടിമാരാരും 105 മേളക്കാരും അണിനിരന്ന മേളം അരങ്ങേറിയത്. ഹൈറേഞ്ചിന്റെ പൂരം എന്നറിയപ്പെടുന്നതാണ് രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം. ഇത്തവണ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടത്തിയത്. 4-ാം ദിനത്തിലായിരുന്നു താലപ്പൊലി ഘോഷയാത്രയുടെ ഭാഗമായി മേളാചാര്യൻ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിലുള്ള 105 മേളക്കാർ അണിനിരുന്ന ചെണ്ടമേളം അരങ്ങേറിയത്. രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ ആയിരങ്ങളാണ് മേളം ആസ്വദിക്കുവാനെത്തിയത്. പ്രതികൂലമായ കാലാവസ്ഥയെയും അവഗണിച്ചെത്തിയ മേളാസ്വാദകർക്ക് ആവേശം പകരുന്നതായിരുന്നു 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന മേളം. ഇത്തവണ മേളം കാണാൻ ആളുകളുടെ തിരക്കേറിയതോടെ ഘോഷയാത്ര എത്തുന്നതിനു മുന്നേ മേളം ആരംഭിച്ചു. NR സിറ്റിയിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണവും നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. യൂത്ത് കോൺഗ്രസിന്റെ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ DYFI കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി ധീരജിനെ അപമാനിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെയാണ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. DYFI കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കുന്തളംപാറ റോഡിൽ നിന്നാരംഭിച്ച് ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ച പ്രകടനത്തിന് ശേഷം യോഗം ചേർന്നു. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഇപ്പോൾ ഇതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊലപാതകം നടന്ന സന്ദർഭത്തിലും അതിനുശേഷവും നിരവധി ഘട്ടങ്ങളിൽ ഈ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് ധീരജ് രാജൻ തന്നെ കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൊലയാളികളടക്കമുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ കുട്ടികളെന്നും ബോധപൂർവം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നിരവധി തവണ സംബോധന ചെയ്യുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നടക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നിതിൻ എന്ന് പറയുന്നയാൾ മുദ്രാവാക്യം വിളിക്കുകയാണ്, ധീരജ് രാജൻ തന്നെ കൊലപ്പെടുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ആ കത്ത് ഞങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ കൊലപാതക രാഷ്ട്രീയത്തെ സംരക്ഷിക്കുകയും കൊലപാതകികളെ സംരക്ഷിക്കുകയും ധീരജനെ കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഒരു മടിയും കൂടാതെ കൊലയാളി സംഘങ്ങളായി മാറിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു പ്രകടനത്തിൽ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ അധ്യക്ഷനായി, ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ്, ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം, നേതാക്കളായ നിയാസ് അബു, ഫ്രെഡി മാത്യു, എം ശിവകുമാർ, ബിബിൻ ബാബു എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. പരിമിതികൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയില്ല സിജുവിനെ. ജീവിതത്തിന്റെ വഴിയിൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ് സിജുവെന്ന ഈ ചെറുപ്പക്കാരൻ. അതിജീവനത്തിന്റെ ട്രാക്കിൽ ഓടി നേടിയ നേട്ടങ്ങൾ ഇടുക്കിക്ക് അഭിമാനം. തണുത്ത മൂന്നാറിന്റെ ചൂടുള്ള കായികാവേശമാണ് ഇന്ന് സിജു. കാണാം ആ കായികാവേശത്തിന്റെ കാഴ്ച. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പരിമിതിയെയും മറികടക്കാം. അതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് അംഗപരിമിതിയുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സൃഷ്ടി എന്ന പ്രസ്ഥാനത്തിലെ ജോലിക്കാരൻ കൂടിയായ മൂന്നാർ സ്വദേശി എ സിജു. ചെവിക്ക് കേൾവിക്കുറവുള്ള സിജുവിന് ഏറെ ഇഷ്ടം ഓട്ടം തന്നെ. ഈ കഴിവ് തിരിച്ചറിഞ്ഞ് സിജുവിനെ ആദ്യം പ്രോത്സാഹിപ്പിച്ചത് സിജുവിന്റെ സഹോദരി ഭർത്താവ്. അങ്ങനെ 2018 ആദ്യമായി സിജു മാരത്തോണിൽ വിജയക്കൊടി നാട്ടി. പിന്നീട് അങ്ങോട്ട് സിജു ഓടിക്കയറിയത് വിജയത്തിന്റെ കൊടുമുടിയിലേക്കാണ്. ഏഴ് കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെയുള്ള 13 മാരത്തോണിൽ സിജു പങ്കെടുത്തു. മൂന്നാറിലും കൊടൈക്കനാലിലും മുംബൈയിലും സിജു മാരത്തോണിൽ വിജയകിരീടം ചൂടി. സൃഷ്ടി അറിഞ്ഞ മിനിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് മാരത്തോണിനോടാൻ പങ്കെടുക്കുന്നു. അതിൽ 2018 സ്റ്റാർട്ട് ചെയ്തത്. 2018 സ്റ്റാർട്ട് ചെയ്ത് ഈ മാരത്തോണിനോട് താല്പര്യം കാണിച്ചത് എൻ്റെ അളിയൻ കുട്ടൻ ജാസർ എന്ന് പറയുന്ന കുട്ടൻ എന്നെ പങ്കെടുപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ മത്സരം 2018 ആദ്യത്തെ മാരത്തോൺ 70 കിലോമീറ്ററിൽ 4ാം സ്ഥാനത്ത് പൂർത്തിയാക്കി. അങ്ങനെ അതിനുശേഷം കമ്പനി സപ്പോർട്ട് ചെയ്ത് ബാക്കി എല്ലാ മാരത്തോണിലും ഓരോ മാരത്തോണിലും കമ്പനി സപ്പോർട്ട് ചെയ്ത് ഞാൻ ഓടിയിട്ടുണ്ട്. അതിൽ 4, 3, 2, 1 അങ്ങനെ എല്ലാ സ്ഥാനം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി സിജു സൃഷ്ടിയിലെ ജീവനക്കാരനാണ്. സിജുവിന്റെ കഴിവിനു വേണ്ട സഹായങ്ങളും പ്രോത്സാഹനവും നൽകുന്നതും ഇവർ തന്നെ. മാരത്തോണിൽ പങ്കെടുക്കുന്നതിനുള്ള ചിലവും പരിശീലനവും നൽകുന്നത് സൃഷ്ടിയാണ്. ഞങ്ങൾക്കൊരു ഷിബോരി ആർട്ടിസ്റ്റിനും പിന്നെ ഒരു ടൈലറും കൂടെയാണ് സിജു. വളരെ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന ഒരാളാണ്. എന്നും ഒരേപോലെ തന്നെ ജോലി എടുക്കുന്ന ഒരാളും. പിന്നെ കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും സിജുവിനുണ്ട്. ഞങ്ങളിവിടെ ഈ സൃഷ്ടിയിൽ നിന്നാണ് ബോംബെ മാരത്തണിലൊക്കെ ഓടിക്കാനൊക്കെ കൊണ്ടുപോയത്. അപ്പം ഓടുന്നതിന് മുന്നേയുള്ള പ്രാക്ടീസിനും എല്ലാത്തിനും സിജുവിന് ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. സിജുവിന് ഒരു ഹിയറിംഗ് ഇമ്പയർഡാണ്. ശരിക്കും ചെവി കേൾക്കാൻ പാടില്ല. എങ്കിലും സിജുവിൻ്റെ ഒരു ആവേശമാണ് അത് പോകണം എന്നുള്ളതും. പിന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും ഓടിയെത്താൻ ദൂരങ്ങൾ ബാക്കിയുണ്ടെന്നാണ് സിജു പറയുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മാരത്തോണുകളിലെ വിജയക്കുതിപ്പിന് വേണ്ടിയുള്ള പരിശീലനവും സിജു തുടരുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്ന BSW എക്സാമിൽ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി PS സുൽത്തഫീൻ 9ാം റാങ്ക്. സാലി റഷീദ് ദമ്പതികളുടെ മൂത്ത മകളായ സുൽഫത്ത് ചിത്രരചനയിലും പഠനത്തിലും ചെറുപ്പം മുതലേ മികവ് പുലർത്തിയിരുന്നു. പരിമിതമായ ചുറ്റുപാടിൽ നിന്നും ഉയർന്നുവന്ന സുൽഫത്ത് എന്ന ഈ കൊച്ചുമിടുക്കിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തങ്ങൾക്ക് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഒരു തണലായി മാറുക എന്നതാണ്.
തന്റെ വിജയത്തിൽ ഏറെ നിർണായകമായ പങ്കുവഹിച്ച അധ്യാപകരായ തസ്ലീമ എൻ കബീർ, സിസ്റ്റർ ഷിൻസി, അനൂപ്, ചാക്കോ, അഖിൽ എന്നിവരോട് ഏറെ നന്ദിയും കടപ്പാടുമുണ്ടെന്ന് വിദ്യാർത്ഥിനി അറിയിച്ചു. എൻ്റെ കോളേജ് കാണുമ്പം ഒരു ചെറിയ ലുക്കൊക്കെ ഉള്ളൂ, ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യും. ഒരു വീട്ടിലെ പിള്ളേരെ പോലെ തന്നെ അവിടെ ഇരുത്തി പഠിപ്പിക്കുകയും അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഓരോ പിള്ളേർക്കും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ പഠിക്കാനുള്ള കീ മെറ്റീരിയൽസും എല്ലാം കൊടുത്താണ് അവർ പഠിപ്പിക്കുന്നത്. എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ HOD തസ്നീമ മിസ്സ്, പിന്നെ സിസ്റ്റർ ഷിൻസി, പിന്നെ അനൂപി ചാക്കോ എന്ന് പറഞ്ഞ മിസ്സ്, പിന്നെ എന്നെ സെക്കൻഡ് ഇയർ വരെ പഠിപ്പിച്ച അഖിൽ സാറിപ്പം കോളേജിലില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. പഠിക്കാനുള്ള എല്ലാ ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ചെറിയൊരു ഇടവേള. മൂടിവെക്കപ്പെടുന്ന സത്യങ്ങൾ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. കണ്ണട ചിരുട്ടാക്കുന്ന അധികൃതരുടെ അനാസ്ഥ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച തേടി ഒരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED TVകൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. പശ്ചിമ കൈലാസനാഥനായും സഹ്യാദ്രിയിലെ സൂര്യതേജസ്സായും വാണരുളുന്ന രാജക്കാട് മഹാദേവൻ. ഈ ദേശത്തിന്റെ ദേശീയ ഉത്സവമായ രാജക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അതിവിശേഷവും പ്രശസ്തവുമായ തിരുവുത്സവം 2025 മെയ് മാസം 11-ാം തീയതി മുതൽ 16 വരെ നടത്തപ്പെടുന്നു. SNDP രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, ശാഖായോഗം പ്രസിഡന്റ് സാബു പാവനക്കാട്, യോഗം കൗൺസിലർ KD രമേശ്, യൂണിയൻ സെക്രട്ടറി ലതീഷ് കുമാർ KS, ശാഖായോഗം വൈസ് പ്രസിഡന്റ് VS ബിജു വെട്ടുകല്ലുമാക്കൽ, സെക്രട്ടറി KP സജീവ് കണ്ണശ്ശേരിയിൽ, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു, സെക്രട്ടറി ശുഭ ബൈജു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീരാജ് മധുരമറ്റത്തിൽ, സെക്രട്ടറി അജിത് വിനോദ് ചാത്തമ്പുരയിൽ എന്നിവർ രക്ഷാധികാരികളായും മതസൗഹാർദ്ദ കൂട്ടായ്മകളുടെയും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ഉത്സവത്തിനായി കൊടിയേറ്റുന്നു. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും നടത്തപ്പെടുന്നു. മെയ് 14-ാം തീയതി ഉത്സവ ബലിയും മെയ് 15-ാം തീയതി വ്യാഴാഴ്ച ചരിത്രപ്രസിദ്ധമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയും വലിയ മേളവും പള്ളിവേട്ട മകൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ചും. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സിനായിരിക്കും. ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തെറ്റ് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. Contact 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വീണ്ടും വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി.
വ്യാപാരശാലകളിലേക്കൊക്കെയും കുടയും ബാഗുമടക്കം പഠനോപകരണങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർധനവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതിയ കലാലയ വർഷത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി. കുടകൾ, ബാഗുകൾ, മഴക്കോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റ് പഠനോപകരണങ്ങളൊക്കെയും വിപണി കീഴടക്കി കഴിഞ്ഞു. കുടകളിലും ബാഗുകളിലുമാണ് കുട്ടികളെ ആകർഷിക്കാൻ ഇത്തവണയും നിർമ്മാതാക്കൾ വ്യത്യസ്തത പരീക്ഷിച്ചിട്ടുള്ളത്. നോട്ട്ബുക്കുകൾക്കടക്കം മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർധനവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ വർഷത്തെ സ്കൂൾ വിപണി പൊതുവെ സജീവമാണ്. ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് നോട്ട്ബുക്കുകൾക്ക് വില കുറവുണ്ട്. അതുപോലെ പേപ്പർ ടാക്സ് കുറഞ്ഞു, പേപ്പറിൻ്റെ വില കുറഞ്ഞു. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോട്ട്ബുക്കുകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ബാഗുകൾക്ക് വില കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ ഞങ്ങൾ 1500 രൂപയ്ക്ക് ഒരു ബാഗ്, 8 ബുക്കുകൾ, അതുപോലെ അതിൻ്റെ അകത്ത് കുട, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ, പെൻസിൽ ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കാര്യമായിട്ട് ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രവ്യാപാരശാലകളിലും ചെരുപ്പ് കടകളിലും സ്കൂൾ വിപണി സജീവമായതോടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തയ്യൽ കടകൾക്കും സജീവമാണ്. വരുന്ന 3-4 ആഴ്ചയോളം സ്കൂൾ വിപണിയിലെ ഈ തിരക്ക് തുടർന്നേക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. സ്കൂൾ തുറക്കുന്ന ദിവസം അടുക്കുന്നതോടെ തിരക്കിനിയും വർദ്ധിച്ചേക്കുമെന്നും വ്യാപാരികൾ കണക്കുകൂട്ടുന്നു. ഒരു കുട്ടിക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ അത്രയും കിറ്റാക്കി നിശ്ചിത വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന രീതിയും ഇത്തവണത്തെ സ്കൂൾ വിപണിയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. പകൽഹാം ഭീകരാക്രമണത്തിന് തിരിച്ചടിച്ച് മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൂക്കുപാലത്ത് വിക്ടറി മാർച്ച് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി വിമുക്ത ഭടന്മാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൂക്കുപാലം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിക്ടറി മാർച്ചിൽ വിമുക്ത ഭടന്മാരുടെയൊക്കെ രാജ്യത്തോടുള്ള സ്നേഹം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. രാജ്യസ്നേഹത്തിന്റെ ആഴങ്ങൾ അറിയിക്കുന്നതായിരുന്നു ഇവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ. പാലം ജംഗ്ഷനിൽ സമാപിച്ച മാർച്ചിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സൈനികർ വിശദീകരിച്ചു. ഇത് കുറുകെ കടക്കാൻ ടാങ്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പട്ടാളം വളരെ വലിയ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സമയത്ത് ഓരോരോ ബങ്കറുകളിൽ ചെന്നിരിക്കുന്ന ജവാന്റെ ദുരന്തം എന്താണെന്ന് ഒരു ഒറ്റ മനുഷ്യൻ അറിയില്ല. കാരണം അവന് ഭക്ഷണം വേണം, വെള്ളം വേണം, ഉറക്കം വേണം. 2 പേര് ഒരു ബങ്കറിനകത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് പാമ്പും പഴുതാരയും എല്ലാം പിടിച്ചു കിടക്കുന്നതിനിടയിലാണ് ഈ ജവാന്മാർ അതിനകത്ത് ഉറക്കളച്ചിരിക്കുന്നത് പകല് സമയത്ത്. മാർച്ചിൽ അണക്കര, മുണ്ടിയെരുമ യൂണിറ്റുകളിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു. സംഘടനാ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ നായർ, കെ ഉണ്ണികൃഷ്ണൻ, തങ്കപ്പൻ നായർ, VG ശശി, സുധാകരൻ, MM ബാബു, ഗോപിനാഥൻ, VI തോമസ്, സുധാകരൻ G, ഗീതാ ശശി എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണം നടത്തി. തടിയമ്പാട് ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ N ചന്ദ്രൻ ആനുകൂല്യ വിതരണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് കൃത്യമായി അംശാദായം അടച്ചുവരുന്ന അംഗങ്ങൾക്കുള്ള അതിവർഷാനുകൂല്യത്തിന്റെ 2ാം ഗഡു വിതരണമാണ് ജില്ലാ ക്ഷേമനിധി ഓഫീസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ആനുകൂല്യങ്ങളുടെ വിതരണോദ്ഘാടനം ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ചെയർമാൻ N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ക്ഷേമനിധി ബോർഡ് അംഗം PK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ മോഹൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KS മുഹമ്മദ് സിയാദ്, ജില്ലാ ക്ഷേമനിധി ഓഫീസർ R വിജയചന്ദ്രൻ, വിവിധ യൂണിയൻ നേതാക്കളായ MJ മാത്യു, ഷേർലി ജോസഫ്, അലിയാർ, വർഗീസ് വെട്ടിയാങ്കൽ, ജോർജ് അമ്പഴം, സ്റ്റാച്ച് പ്രതിനിധി ഇന്ദുലേഖ, ക്ഷേമനിധി ഓഫീസ് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. CITU ജില്ലാ ട്രഷറർ KV ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷമായിരുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അടിമാലി CITU ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ ശിവൻ പതാക ഉയർത്തി. CITU ജില്ലാ ട്രഷറർ KV ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കൊരു മിനിമം വേജസ് പോലും കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന മിനിമം വേജസ് പോലും കിട്ടുന്നില്ല എന്ന കാര്യമില്ല. ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ ട്രേഡ് യൂണിയനകത്ത് അംഗങ്ങളാകുന്നതാണ് അവരുടെ രാഷ്ട്രീയം ഏത് എന്ന് നോക്കേണ്ട കാര്യം. അവരുടെ തൊഴിൽ, അവരുടെ കൂലി, ജോലി സ്ഥിരത ഇതെല്ലാം സംരക്ഷിക്കുകയാണ് ഒരു ട്രേഡ് യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജോലി നിർവഹിക്കുന്നതിനകത്ത് നമ്മുടെ യൂണിയനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും. ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ ശിവൻ അധ്യക്ഷത വഹിച്ചു. P. രാജാറാം പ്രവർത്തന റിപ്പോർട്ടും KV ദേവി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ശൈലജ CK, മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. സിറ്റി വിഷൻ, അടിമാലി. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന രാത്രികാല മൃഗചികിത്സാ പദ്ധതി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1962 എന്ന നമ്പറിൽ വിളിച്ചാൽ പദ്ധതിയുടെ സേവനം ലഭ്യമാകും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ക്ഷീരകർഷകരുടെ വളർത്തുമൃഗങ്ങൾക്ക് അത്യാവശ്യ ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതിനാണ് മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന അടിമാലി ബ്ലോക്കിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയുമാണ് സേവനം ലഭ്യമാകുന്നത്. വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെയാണ് പ്രവർത്തന സമയം. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളുടെ ഇംപ്ലിമെൻ്റ് എല്ലാം കഴിഞ്ഞ് DPC അംഗീകാരം കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന് ഈ ഒരു പദ്ധതിയായിട്ട് നമ്മുടെ മൊബൈൽ വെറ്റിനറി പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. ഇതിന് 2 വർഷം മുമ്പ് ഞങ്ങൾ 50 ലക്ഷം രൂപ പോലും മിൽമ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ വെച്ചിരുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തീർത്താണ്. ഈ വർഷം ഞങ്ങൾ വെച്ചിട്ടുള്ളത് വെറും 5 ലക്ഷം രൂപയാണ്. കാരണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തീർക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 5 ലക്ഷം രൂപ നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി മാത്യു, രേഖ രാധാകൃഷ്ണൻ, റൂബി സജി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മിനി ആർ, ഡോക്ടർ S. നന്ദഗോപാൽ, ഡോക്ടർ ഷീബ സെബാസ്റ്റ്യൻ, ഡോക്ടർ റിനോജ് ജോസഫ് എന്നിവർ സംബന്ധിച്ചു. അടിമാലി വെറ്റിനറി ഹോസ്പിറ്റലിലായിരുന്നു ചടങ്ങ് നടന്നത്. സിറ്റി വിഷൻ, അടിമാലി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷന്റെ സഹായത്തോടെ സെന്റ് മേരീസ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെയും തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സും ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർമ്മിക്കുന്നത്. യോഗത്തിൽ PTA പ്രസിഡന്റ് ഷിജോ കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സിസി അലക്സ്, പ്രധാന അധ്യാപിക സിസ്റ്റർ ലിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം, കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്ന പട്ടികവർഗ ഏകോപന സമിതി. ആദിവാസി ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും നേതാക്കൾ. സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. സർവേ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം, കാലങ്ങളായി നടക്കുന്നത് സർവേ മാത്രമെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച അഡ്വക്കേറ്റ് EM അഗസ്റ്റിയുടെ നേതൃത്വത്തിൽ 17, 18 തീയതികളിൽ വാഗമണ്ണിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് വാഹന പ്രചരണ ജാഥ. മേളാസാധനത്തിന്റെ ലഹരി പകർന്ന രാജാക്കാട്ടിൽ കൊട്ടിക്കയറി മേളാചാര്യൻ ശങ്കരൻകുട്ടി മാരാർ.
ഒപ്പം അണിനിരന്ന 105 മേളക്കാർ. മേളം നടത്തിയത് ഉത്സവത്തോടനുബന്ധിച്ച്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്.